ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ 30,000 അടിയിൽ വരുന്ന രണ്ട് ഫോൺസ് കമ്പയർ ചെയ്യാൻ പോവാണ്. പോപ്പുലർ ആയ രണ്ട് കമന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ഫോൺസും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കമ്പാരിസണിലോട്ട് പോവാം. നമ്മൾ കമ്പയർ ചെയ്യാൻ എടുത്തിരിക്കുന്ന രണ്ട് ഫോൺസിൽ ഒന്ന് IQO Neo 10R മറ്റേത് Nothing 3A ആണ്. നമ്മൾ ഓൾമോസ്റ്റ് 15 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ രണ്ട് ഫോണിനെയും കമ്പയർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഈ ഫോൺസ് ഏതൊക്കെ വേരിയൻസിൽ അവൈലബിൾ ആണെന്ന് നോക്കാം. നത്തിങ് ഫോൺ 3A കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ 128 റാമും 256 GB റാമും 256 12 GB റാമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതിലുള്ള ഒരു ഡൗൺ സൈഡ് എന്താന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന UFS 2.2 ആണ്. അത് ഒരു ഓൾഡർ ജനറേഷൻ സാധനമാണ്. പക്ഷെ കമ്പനി ക്ലെയിം ചെയ്തനുസരിച്ച് ഇത് ഇത്തിരി കൂടെ ഒപ്റ്റിമൈസ്ഡും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൊല്യൂഷൻ ആണ്. ഇനി നമുക്ക് IQO Neo 10R വേരിയൻസിനെ കുറിച്ച് പറയാം. അതില് 128 GB 256 GB 256 12 GB റാമും അവൈലബിൾ ആണ്. അതിലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ UFS 3.1 128 GB വേരിയന്റിലും UFS 4.1 256 വേരിയന്റിലും അവൈലബിൾ ആണ്. അപ്പൊ സ്റ്റോറേജ് സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ IQOക്ക് ഗ്രീൻ ഫ്ലാഗ്. നമുക്കിനി ആദ്യം നത്തിങ് ഫോൺ 3 ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയാം. അതിലത്തെ ഫ്രണ്ട് ഗ്ലാസ് ആണ്, ബാക്കും ഗ്ലാസ് ആണ്, പിന്നെ സൈഡിലത്തെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, ഒരു മാറ്റ് ഫിനിഷുള്ള പ്ലാസ്റ്റിക് ആണ്. IQOന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, സൈഡ് ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഫ്രണ്ട് ഗൊറില്ല ഗ്ലാസ് ആണ്. നത്തിങ് ഫോണിന്റെ ബാക്കിലും കൂടെ ഗ്ലാസ് വരുന്നതുകൊണ്ട് ഒരു പ്രീമിയം ടച്ച് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അതിന് ഗ്രീൻ ഫ്ലാഗ് കൊടുക്കാം. ഇനി നമുക്ക് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിന്റെ റേറ്റിംഗ്, അതായത് IP റേറ്റിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3Aക്ക് IP64 റേറ്റിംഗ് ആണ് ഉള്ളത്. അതേ സമയത്ത് IQക്ക് IP65 റേറ്റിംഗ് ഉണ്ട്. അതായത് നത്തിങ് ഫോൺ 3Aക്ക് വാട്ടർ സ്പ്ലാഷസ്, അതായത് ഇപ്പൊ മഴയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് IQക്ക് ഇത്തിരി ഫോഴ്സിലും പ്രഷറിലൊക്കെ വരുന്ന വെള്ളം വരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. IP റേറ്റിംഗിൽ 65 ഉള്ളതുകൊണ്ട് നമുക്ക് IQക്ക് ഗ്രീൻ ഫ്ലാഗ് കൊടുക്കാം. ഇനി നമ്മൾ വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3A വെയിറ്റ് 201 ഗ്രാം ആണ്. അതേ സമയത്ത് IQന്റെ വെയിറ്റ് 196 ഗ്രാം ആണ്. അങ്ങനെ നോക്കുമ്പോൾ IQക്ക് ഗ്രീൻ ഫ്ലാഗ്. രണ്ടിലും ആംബ്ലറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷെ റിഫ്രഷ് റേറ്റിന്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് നത്തിങ് ഫോൺ 3Aയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. അതേ സമയത്ത് IQയിൽ 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇനി ബ്രൈറ്റ്നസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3Aയിൽ 3000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അതേ സമയത്ത് IQയിൽ 4500 ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അങ്ങനെ നോക്കുമ്പോൾ IQയിലാണ് ഒരു ബെറ്റർ എഡ്ജ് കിടക്കുന്നത്. റേഷ്യോ എടുക്കുകയാണെങ്കിലും നത്തിങ്ങിനെക്കാട്ടും IQനാണ് കൂടുതൽ. അതായത് IQന് 89.7% ആണ്, അതേ സമയത്ത് നത്തിങ്ങിന് 88%. ബേസിക്കലി പറയുകയാണെങ്കിൽ സംഭവം സൈസ് സെയിം ആണെങ്കിലും 6.77 ഇഞ്ച് ആണ് നത്തിങ്ങിന്റെ ഡിസ്പ്ലേ, അതേ സമയത്ത് 6.78 ഇഞ്ച് ആണ് IQന്റെ ഡിസ്പ്ലേ. ഇനി നമുക്ക് UI ആൻഡ് OS കുറിച്ച് പറയാം. നത്തിങ്ങിന്റെ ഒരു ക്ലിയർ UI ആണ്. അതിൽ ബ്ലോട്ട് വെയറും ഒരു എക്സ്ട്രാ ആപ്പും അങ്ങനെ ഒന്നുമില്ല. ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഒരു UI ആണ് നത്തിങ്ങിൻ്റെത്. സോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചും എനിക്ക് തോന്നിയത് നത്തിങ് ഇത്തിരിയും കൂടെ സ്മൂത്ത് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു UI ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ കാര്യത്തിൽ നമുക്ക് നത്തിങ്ങിന് ഗ്രീൻ ഫ്ലാഗ് കൊടുക്കാം. ഇനി OSന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നത്തിങ്ങില് നത്തിങ് OS 3.1 ആണ് വരുന്നത്. അതേ സമയത്ത് IQയില് ഫൺ ടച്ച് 15 ആണ് വരുന്നത്. രണ്ട് ഫോണിലും മേജർ 3 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലോട്ട് പോവാം. ക്യാമറ. നത്തിങ് ഫോൺ 3Aയിൽ ഒരു 3 ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതിൽ മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ വിത്ത് OIS, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 50 മെഗാപിക്സൽ ടെലിഫോട്ടോയും പിന്നെ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ആണ് ഉള്ളത്. സമയത്ത് IQയിൽ ഒരു 2 ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ വിത്ത് OISഉം ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ആണ് ഉള്ളത്. നത്തിങ് ഫോൺ 3Aയിൽ 2x ഒപ്റ്റിക്കൽ സൂം അവൈലബിൾ ആണ്. അതേ സമയത്ത് IQയില് ഒപ്റ്റിക്കൽ സൂം അവൈലബിളേ അല്ല. പിന്നെ 4x ലോസ്ലെസ് സൂമും 30x അൾട്രാ സൂമും നത്തിങ്ങിൽ അവൈലബിൾ ആണ്. 3 ക്യാമറ സെറ്റപ്പും ഒപ്റ്റിക്കൽ സൂമും ഉള്ളതുകൊണ്ട് നത്തിങ് ഫോൺ 3Aയില് IQനെക്കാട്ടും ബെറ്റർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പൊ ഫോട്ടോ ക്വാളിറ്റിന്റെ കാര്യത്തിൽ നത്തിങ് ഫോൺ 3Aക്ക് ഗ്രീൻ ഫ്ലാഗ്. ഇനി വീഡിയോന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3Aയില് 1080p 13-16 FPS അവൈലബിൾ ആണ്. പ്ലസ് 4K 30 FPS വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതേ സമയത്ത് IQന്റെ 1080p 13-16 അവൈലബിൾ ആണ്. പ്ലസ് 4Kയിലും 30-60 FPS അവൈലബിൾ. അപ്പൊ വീഡിയോന്റെ കാര്യത്തില് FPS വെച്ച് നോക്കുമ്പോൾ IQന് ഗ്രീൻ ഫ്ലാഗ്. സെൽഫി ക്യാമറയിൽ കമ്പാരിസൺ ഒന്നുമില്ല, രണ്ടിലും 32 മെഗാപിക്സൽ തന്നെയാണ്. ഇനി ഈ രണ്ട് ഫോണിന്റെയും പ്രൊസസർ എടുക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3Aയിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 പ്രൊസസർ ആണുള്ളത്. അതേ സമയത്ത് IQO Neo 10R സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് ഉള്ളത്. ഇനി
നമുക്ക് ബാറ്ററിനെ കുറിച്ച് സംസാരിക്കും. നത്തിങ്ങില് 5000 mAh ബാറ്ററി ആണുള്ളത്. 50 വോൾട്ട് വരെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 50% ആവാൻ 19 മിനിറ്റ്സ് എടുക്കൂ. പിന്നെ ഐക്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ 6400 mAh ബാറ്ററി ആണുള്ളത്. 80 വോട്ട് വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 50% ആവാൻ 26 മിനിറ്റ്സ് എടുക്കൂ. അപ്പൊ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഐക്യൂനാണ് ഗ്രീൻ ഫ്ലാഗ്. മൾട്ടിമീഡിയ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും രണ്ടിലും ഏകദേശം ഒരേ സ്പെക്സ് തന്നെയാണ്. രണ്ടിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും ആംബുലൻസ് സ്ക്രീനും ഉണ്ട്. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ രണ്ടിലും ബ്ലൂടൂത്ത് 5.4ഉം USB-C 2.0യും പിന്നെ 2 നാനോ സിം 5G സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉള്ളത്. ഈ രണ്ട് പാരാമീറ്റേഴ്സിൽ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. നത്തിങ് ഫോൺ 3യില് NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഐക്യൂല് അത് ഇല്ല. പിന്നെ ഗ്ലിഫ് ഇന്റർഫേസും നത്തിങ് ഫോൺ 3യിലുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യം എടുക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3യില് ഐക്യൂനെക്കാട്ടും കുറച്ചും കൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ കാര്യം എടുക്കുമ്പോൾ നത്തിങ് ഫോൺ 3ക്ക് ഗ്രീൻ ഫ്ലാഗ്. ഇനി നമുക്ക് കൺക്ലൂഷനിൽ എത്താം. നത്തിങ് ഫോൺ 3യില് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഗ്ലിഫ് ഇന്റർഫേസും NFC-യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തിരി കൂടെ സ്മൂത്ത് ആൻഡ് ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ് ഉള്ളത്. പിന്നെ ഫാസ്റ്റർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം ബെറ്റർ ഫോട്ടോ ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന ഒരു ഫോണാണ് വേണ്ടെങ്കിൽ നത്തിങ് ഫോൺ 3 ഇസ് എ ബെറ്റർ ചോയ്സ്. അതേ സമയത്ത് ബാറ്ററി കപ്പാസിറ്റിയും സ്റ്റോറേജും പെർഫോമൻസിന്റെയും ബേസിസിലാണ് നിങ്ങൾ ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നത്തിങ് ഫോൺ 3നെക്കാളും iQOO Neo 10R ആയിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.